പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ആദ്യ വചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉടമ്പടി മരിയൻ ദിവ്യകാരുണ്യ ആരാധനയാണ്. പ്രധാനമായി ഉടമ്പടി എടുത്തിട്ടുള്ള മക്കളെയാണ് ഈ ആരാധനയിൽ ഉദ്ദേശിക്കുന്നതെങ്കിലും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയായ പരിശുദ്ധ മാതാവിനുണ്ട് മാധ്യസ്ഥയിലുള്ള ഉടമ്പടി പ്രാർത്ഥന എടുക്കാം തീരുമാനിക്കുന്നവർക്കും ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. കാര്യം ഇതിൻ്റെ ഉടമ്പടി ധ്യാനമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആദ്യ ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചകളിലും 11:30 മണിക്ക് നടക്കുന്ന കൃപാസന ധ്യാനം. ഇന്ന് നമ്മളുടെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനായി ലഭിച്ചിരിക്കുന്ന വചനം യെശയ്യായുടെ തിരുവചനമാണ്. യെശയ്യാ 53-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. യെശയ്യായുടെ 53-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾക്ക് അഭിഷേകമാകാൻ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, ഐസയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. ഏറ്റു പ്രാർത്ഥിച്ച്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ഇനിയുള്ള വചനമാണ് ഏറ്റവും പ്രധാനം. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഏറ്റു പറഞ്ഞേ. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അവസാനത്തെ വചനം ഇതാണ്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഞാൻ ആമുഖമായിട്ട് ഈ വചനം പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ കുറേ ശുശ്രൂഷകൾ നടന്നു. ആ ശുശ്രൂഷകളുടെ ഏതോ ഒരു ശുശ്രൂഷയിൽ പെട്ടെന്ന് കർത്താവ് ഒരു വചനം വ്യാഖ്യാനിക്കാനുള്ള അഭിഷേകം നൽകി. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. അതായത് ആ വചനം വരണത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. 7:7 നിന്നാണ് ആ വചനം വരണത്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. അതിൻ്റെ സന്ദർഭം ഒരു റോമൻ സെഞ്ചൂറിയനാണ്, ശതാധിപൻ, പടയാളി. 10 പട്ടാളക്കാരുടെ അധിപനാണ് സെഞ്ചൂറിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സ്നേഹിതരെ കർത്താവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കുറേ യോഗ്യതകൾ പറയുന്നുണ്ട്. നമുക്ക് സിനഗോഗ് പണിത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. ആദ്യം അങ്ങനെയാണ് പറയണത്. ഈ മനുഷ്യന് ഇത് ചെയ്ത് കൊടുക്കാൻ അയാൾ യോഗ്യനാണ്. കാരണം അദ്ദേഹം നമുക്ക് ഒരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ജനത്തെ അദ്ദേഹം സ്നേഹിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. 2 നിസ്സാരമായ യോഗ്യതയല്ല.
കർത്താവിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റിയ നല്ല യോഗ്യതകളാണ് പറയണത്. അതായത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം, അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കീഴപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. യോഗ്യതയാണ് നമ്മളുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സബ്ജക്റ്റ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, യോഗ്യനാണ്. അത് ഐസയ്യ 7:4 തിരുവചനമാണ്. എന്താണ് അവൻ്റെ യോഗ്യത? എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ് ഒരു യോഗ്യത. രണ്ടാമത്തെ യോഗ്യത എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു യോഗ്യത. 2 യോഗ്യതയാണ്. ഒന്ന് പള്ളി പണിത് കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥനാലയം പണിത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ജനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത വചനം പറയുന്നത് യേശു അവനോടൊപ്പം പുറപ്പെട്ടു എന്നാണ്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. പക്ഷെ വീടിനോടടുത്തപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരെ ചേരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. ലൂക്ക 7-ാം അധ്യായം 6-ാമത്തെ വാക്യം, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഇവിടെ വരുന്ന വിഷയം, 2 യോഗ്യത ഓൾറെഡി പറഞ്ഞവർ എന്തൊക്കെയാണ് പറഞ്ഞത്? യഹൂദന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. വിജാതീയനാണ്, റോമക്കാരനാണെങ്കിലും യഹൂദന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ യോഗ്യത ജനം കണ്ടെത്തിയത് നമുക്കൊരു വലിയ ദേവാലയം അവർ പണി ചെയ്തത് അയാൾ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞെങ്കിലും ശതാധിപന് ഇതൊന്ന് യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കിയിട്ടില്ല. അങ്ങേര് യഹൂദന്മാരെ സ്നേഹിച്ചത് അദ്ദേഹത്തെ കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കണില്ല. എനിക്ക് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയെന്ന് തോന്നണത്. അതായത് ജനങ്ങൾ പറഞ്ഞു 2 യോഗ്യത അദ്ദേഹത്തിനുണ്ട്. ഒന്ന് പള്ളി പണിത് തന്നിട്ടുണ്ട്, രണ്ടാമത്തത് അദ്ദേഹം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഇത് 2 യോഗ്യത അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ആ ജനങ്ങളെ മാനിച്ച് ഈശോ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ശതാധിപൻ ഈശോ വീട്ടിലേക്ക് വരുന്നെന്ന് കേട്ടപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിപ്പോയി. മക്കളെ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത്. അതായത് ഈശോ വീട്ടിലേക്ക് വരുന്നു, അത് ഒരിക്കലും ആ മനുഷ്യൻ ചിന്തിക്കാത്തൊരു വിഷയമാണ്. ഒരിക്കലും ആ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഈശോ വീട്ടിലേക്ക് വരണമെന്ന് ആരോ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ദേ ഈശോ നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ സെഞ്ചൂറിയൻ ചാടി പുറപ്പെട്ട് ഈശോൻ്റെ അടുത്ത് ആളെ വിട്ട് പറഞ്ഞു, എളുപ്പം ചൊല്ലി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിട്ടെന്താ? അതാണ് ആ ഒരു സീനൊക്കെ ഭയങ്കര ഹൃദ്യമാണ്. അതായത് ഈ മനുഷ്യനത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈശോ വരണമെന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യൻ വരണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കാരണം പറയണത്, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് പറയും, ഒരു വാക്ക് നീ വഴിയിൽ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഒരു വാക്ക് നീ വഴിയിൽ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പ്രിയപ്പെട്ടവർ, എന്തോ ഒരു ഹൃദ്യമാണ് ഈ വർത്തമാനം കേൾക്കാൻ. അതായത് കർത്താവിൻ്റെ അത്രയും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കിന് കൊടുക്കുന്ന ഒരു വിജാതിയൻ. ഇതൊരു വല്ലാത്ത സുവിശേഷമാണ്. അതായത് കർത്താവിൻ്റെ അത്രയും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കിന് കൊടുക്കുന്ന ഒരു വിജാതിയൻ. ഇപ്പം നിങ്ങളും കർത്താവിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത് അല്ലേ? അതായത് കർത്താവിൻ്റെ വാക്കിന് നമ്മൾ കർത്താവിൻ്റെ അത്രയും വില കൊടുക്കാൻ ഈ ശതാധിപനെ പോലെ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
എന്നാൽ നിൻ്റെ എല്ലാ വിഷയത്തിനും ഒരു ദൈവതീരുമാനം ഉണ്ടാകും. എന്താ അച്ഛൻ പറഞ്ഞത്? കർത്താവിൻ്റെ അത്രയും വില. ഇപ്പം ഞാൻ നിങ്ങൾ ഇപ്പോൾ കൃപാസനം ധ്യാനം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതെല്ലാവരും അധികം കേൾക്കത്തില്ല. കാര്യം അതിൻ്റെ അകത്ത് കോമഡികളില്ല, കഥകളില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ഈശോൻ്റെ വചനങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ഈ കൃപാസനം ധ്യാനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വചനം അത് കലർപ്പില്ലാതെ സ്വീകരിക്കാൻ അത്രയും വിശ്വാസവും സ്നേഹവും ഉള്ളവരാണ് അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നത്. എന്തോരു സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴേ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം, അതായത് കർത്താവിൻ്റെ വചനം കർത്താവ് വഴി നിന്ന് പറഞ്ഞാലും മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളൂ എന്നൊരു വിശ്വാസമില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അവിടെ അത്രയും പ്രാധാന്യം തന്നെ വചനത്തിന് കൊടുക്കുന്ന ഒരു വിജാതീയനാണ്, യഹൂദനല്ലാത്ത മനുഷ്യനാണ്. ഈ ദൈവത്തിൻ്റെ അത്രയും പ്രാധാന്യം വചനത്തിനും കൊടുക്കുന്ന ഒരു വിജാതീയൻ്റെ അനുഭവമാണ് ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാമ്പ്. പക്ഷേ ഇത് വല്ലാത്തൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. എന്താണ്? നമ്മളെ വചനം നിവൃത്തിയാകുന്നതിനും വചനം ഗ്രഹിക്കുന്നതിനും വചനം കേൾക്കുന്നതിനുമൊക്കെ ദൈവതുല്യമായ ഒരു സ്ഥാനം ബോധപൂർവം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക അച്ഛൻ്റെ കൂടെ. കർത്താവേ, ശതാധിപനെ പോലെ നിന്റെ സാന്നിധ്യത്തിന്റെ അതേ പ്രാധാന്യം അങ്ങയുടെ വചനത്തിനും നൽകി കർത്താവേ നൽകാനുള്ള വിശ്വാസത്താൽ ഈ നിമിഷം എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ പരിചരിച്ച് പ്രയോഗത്തിലെ വരുത്താനുള്ള കൃപ എനിക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനം ഞാൻ ഇന്നലെ ശുശ്രൂഷയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഈ മനുഷ്യന് വചനത്തിൽ വിശ്വാസമുണ്ട്, ദാറ്റ്സ് ഓക്കെ. വചനത്തിൽ വിശ്വാസമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള മെരിറ്റ്, അടിസ്ഥാന യോഗ്യത ഇതൊന്നുമല്ല. എന്താണെന്നറിയാവോ? അവൻ്റെ ഭൃത്യൻ്റെ അസുഖം തന്നെയാണ് അവൻ്റെ വീട്ടിലെ അസുഖമായി കിടപ്പായിട്ടിരിക്കുന്നില്ലേ, അത് തന്നെയാണ് ക്രിസ്തുവിനെ ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാനിത് കാഷ്വലായിട്ട് ഇങ്ങനെ കർത്താവ് തന്നതുപോലെ പറഞ്ഞെന്നല്ലാതെ പിന്നീട് ഞാൻ എൻ്റെ വ്യാഖ്യാനത്തിനൊന്നും പോയില്ല. ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ജയമോഹൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത, അവിടെ വീട്ടിലൊരു ദിവ്യ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ഞങ്ങളുടെ രോഗം തന്നെയാണെന്ന് വെളിപ്പെടുത്തിയതിന് അങ്ങേക്ക് നന്ദി പറയണമെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
കാഷ്വലായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണെങ്കിലും ഞാൻ വെളുപ്പിനും ജപമാല ചൊല്ലിയപ്പോൾ ഈ പോസ്റ്റ് കൂടി നോക്കിയപ്പോൾ ദൈവമേ ഒരു ഡയമണ്ടാണ് ശരിക്കും. അതായത് ഈശോയുടെ മുമ്പിൽ നമുക്കൊരു യോഗ്യതയുമില്ല. അഥവാ എന്ത് യോഗ്യതയൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവതിരുസന്നിധിയിൽ അതൊന്നുമേ ഒരു യോഗ്യതയല്ല. അതെപ്പോഴും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. എന്താണ്, നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ യോഗ്യത ഉണ്ടാക്കി ദൈവത്തെ നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് ഒരു കാരുണ്യം ആർജിക്കാമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. കാര്യം അതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞത് തന്നെ തെറ്റാണ്. അവൻ സ്നേഹമൊക്കെ പണിത് തന്നു, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ സ്നേഹമൊക്കെ പണിത് കൊടുക്കാൻ കാശില്ലാത്തത് എന്ത് ചെയ്യും? ഇതുപോലെയൊക്കെ ഓരോ സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരെന്ത് ചെയ്യും? അവന് ഒരു നിവൃത്തിയുമില്ല, അവന് രോഗം മാത്രമേ ഉള്ളൂ. ഇപ്പം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും. അറിയാൻ പാലാത്തവരെങ്ങനെ സ്നേഹിക്കാനാണ്? ഇപ്പം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണില്ല, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന തുല്യമാണ്. പക്ഷേ നമുക്ക് ദൈവം, ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നവർ എല്ലാവരും ക്രൈസ്തവരാണെന്ന് അല്ല ശരിക്കും നമുക്ക് മനസ്സിലാകണത്. നിങ്ങളുടെ കമൻ്റൊക്കെ നോക്കുമ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളിതുവരെ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള കമൻ്റ് എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഒരു കമൻ്റ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ യോഗ്യതയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ യേശുവിനെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, കാര്യം എനിക്ക് യേശുവിനെ അറിയത്തില്ല, യേശുവിനെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ധ്യാനം കൂടണമെന്ന് വിചാരിച്ചോ. എന്തെങ്കിലും ദൈവപൈതലെ നീ ഓർക്കണം, നീ യേശുവിനെ നേരത്തെ അറിയത്തില്ല, നീ കണ്ടിട്ടില്ല. ഇപ്പോൾ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റലായിട്ട് ഇപ്പോഴൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോഴാണ് നീ ആദ്യമായിട്ടും ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു, നീ അവിടുത്തെ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നീ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും, ഒരു പക്ഷേ സൽപ്രവർത്തികൾ ചെയ്യാൻ നിനക്ക് പണം ഇല്ലെങ്കിലും, ഒരു പക്ഷേ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് അംഗീകരിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലാണ്, ഒരു സാമൂഹിക പൊസിഷനാണ് നിനക്കില്ലാത്തതെന്ന് വിചാരിച്ചു. ഇതൊന്നുമേ നിനക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിൻ്റെ എന്ത് അവസ്ഥയാണ് നിനക്കുള്ളത്? രോഗമാകാം, തകർച്ചയാകാം, എപ്പോഴും നിനക്ക് കണ്ണീരും കൈയുമായിട്ടുള്ള ജീവിതമാകാം, അതുപോലെ നിനക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥ തരാൻ വേണ്ടിയുള്ളൊരു സമാധാന അന്തരീക്ഷം പോലും നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാവത്തില്ല. എങ്കിലും ദൈവവേദനയെ പരിശുദ്ധാത്മാവ് പറയുന്നത് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ മനസ്സിലാകും. ഇങ്ങനെ എന്തെല്ലാം വിങ്ങലുകൾ നിനക്കുണ്ടോ ആ വിങ്ങലുകൾ തന്നെയാണ് നിൻ്റെ യോഗ്യതയെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിൽ, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയിൽ, രാത്രിയിലുള്ള നിന്റെ കരുതലിൽ, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയിൽ, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ നാമമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ നാമമല്ലാതെ എന്തു യോഗ്യത, രാത്രിയിലുള്ള നിന്റെ കരുതലിൽ, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്ക്, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മേലുള്ള ശിക്ഷ, നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് 53-ാമത്തെ അധ്യായം 53:5, ഐസയ്യ 53:5, അത് 4 തൊട്ടുള്ള വചനങ്ങളുണ്ട്. ഐസയ്യ 53:4 മുതലുള്ള വചനങ്ങളുണ്ട്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഒരുപക്ഷെ നാം അവനെ ബഹുമാനിക്കുക. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ചില നിരീശ്വരവാദികളുടെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നറിയാവോ? യുക്തിവാദികൾ, നിരീശ്വരവാദികൾ സഹോദരങ്ങൾ, അവർ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇത്രയും വൈകിപ്പോയെന്ന് ചോദിക്കും. കർത്താവിനെ നീ അറിഞ്ഞതല്ലേ നീ 5-6 കൊല്ലമായിട്ട്, എന്നിട്ടാണ് നീ എന്താണ് ഇത്രയും തിരിച്ച് സഭാശുശ്രൂഷകളിലേക്കെല്ലാം വരാൻ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം,
അച്ഛൻ ഞാൻ എൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ദൈവം ഇല്ല എന്ന് ഒത്തിരി കാലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാരണം തന്നെയല്ല, ഞാൻ ദൈവത്തെ ഈശ്വരനെ അധിക്ഷേപിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മയെ ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അധിക്ഷേപിച്ച് നടന്ന ഒരു കാലത്തിൽ പിന്നെ ആ ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ എൻ്റെ ഒരു മനസ്സ് മാറ്റം അറിഞ്ഞാൽ അവരെന്നെ ആക്ഷേപിക്കും. അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരമായിട്ട് അവർ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ അവരെ പേടിച്ചിട്ടാണ് ശരിക്കും തന്നെയല്ല, ദൈവത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ എനിക്കും കർത്താവിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുകയാണ്. അത് അവർ ഈ വചനം കേൾക്കണം ശരിക്കും. 13:4, അതായത് അവൻ നിന്ദിക്കപ്പെട്ടു, അതായത് ഐസയ 55:4, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. അതാണ് കർത്താവിനെ ബഹുമാനിക്കാത്തൊരു നാളൊരു കാലം നമുക്കുണ്ടാകും. കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കുകയും അത് ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ടച്ച് അനുഭവിക്കുന്നവരെ പ്രാർത്ഥന അനുഭവവേദ്യമല്ലാത്ത ഒരു കാലം. ചിലപ്പോൾ സഭാശ്രേഷ്ഠന്മാരെ നീ ഇങ്ങനെ വിശ്വാസത്തിന് അകന്ന് നിൽക്കണ കാരണം സഭയോട് ചിലപ്പോൾ നിനക്ക് ഒരു മല്ലിടിപ്പുണ്ടാകും, സഭാശ്രേഷ്ഠന്മാരോട് നിനക്ക് മല്ലിടിപ്പുണ്ടാകും. അതിൻ്റെ പേരിലൊക്കെ നീ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ മന്ദിഭവിച്ച് വരും. അപ്പോൾ നീ ക്രമേണ ദൈവത്തിന് അകന്നു പോകും. അതാണ് പറയണത്, അവൻ നിന്ദിക്കപ്പെട്ടു. കാര്യം അവനെ മാത്രം നിനക്ക് നിന്ദിക്കാൻ പറ്റത്തില്ല, സഭയെ നിന്ദിക്കുന്നവരുണ്ട്, സഭാ ശുശ്രൂഷകരെ നിന്ദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. അപ്പോഴും നമ്മൾ ബഹുമാനിക്കാതിരിക്കുമ്പോഴും നമ്മളെ കർത്താവിനെ നിന്ദിക്കുമ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അതെഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മൾ ദൈവത്തെ നിന്ദിക്കുമ്പോഴും അത് കണക്കാക്കാതെ, നമ്മൾ ദൈവത്തെ അപമാനിക്കുമ്പോഴും അത് കണക്കാക്കാതെ നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ വെളിപാട് നൽകേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കണ്ടു ഞാൻ സ്നേഹമേ ആഴമാർന്ന മഹത്യാഗമേ, ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹമേ ആഴമാർന്ന മഹത്യാഗമേ, പകരമെന്തോ ഞാൻ ഹൃദയപൂർണ്ണമായി നൽകുന്നു നാഥൻ, പകരമെന്തോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നാം അവനെ നിന്ദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണെന്ന് വിചാരിച്ചു. അവനെ ബഹുമാനിക്കാത്തൊരു കാലവും ഒരു ഭൂതകാലവും നമുക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്ന് സഭയിൽ നിന്ന് അകന്നൊക്കെ നിൽക്കുന്ന കുദാശ ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും അപ്പോഴൊന്നും നീ വിചാരിക്കരുത് ഇതുപോലെ ദൈവം എന്നോട് അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ദൈവത്തെ എന്നോട് ചേകമില്ല, കാരണം ഞാൻ ദൈവത്തെ നിന്ദിച്ചിട്ടുണ്ട്. ദൈവത്തെ എന്നോട് അടുപ്പമില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, കാരണം ഞാൻ സഭയെ നിന്ദിച്ചിട്ടുണ്ട്. അപ്പം നിനക്കിങ്ങനെ ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തെ ബഹുമാനിക്കാത്ത, സഭയെ നിൽക്കുന്ന ഒരു കാലമുണ്ടെങ്കിലും അതേസമയം തന്നെ നിനക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നിൻ്റെ യോഗ്യത എന്ന് പറയണത് എന്താണ്? ആ നിൻ്റെ യോഗ്യത, ദൈവം നിന്നെ സ്പർശിക്കാനുള്ള നിൻ്റെ യോഗ്യത എന്താണ്? നീ അനുഭവിക്കുന്ന വേദന തന്നെയാണ്. അതാണ് നിന്ദിക്കുന്ന സമയത്ത് തന്നെ അവൻ നിന്ദിക്കപ്പെട്ടു. 53:4 നാം അവനെ ബഹുമാനിച്ചില്ല. 53:4 ഐസയ. പക്ഷേ നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. നമ്മൾ ദൈവത്തിന് അകന്നിരിക്കുമ്പോഴും വേദന ഉണ്ടെങ്കിൽ, നാം ദൈവത്തിൽ അകന്നിരിക്കുമ്പോഴും നമുക്കതുപോലെയുള്ള സങ്കടകരമായ ജീവിത അവസ്ഥകളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത, കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത.
ഈ ശതാധിപൻ്റെ അതാണ് ഐസയ 53:4 പറയണത്. അതാണ് നമ്മുടെ യോഗ്യതയെന്ന്. എന്താണ്? നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അപ്പം അവൻ്റെ ഒരു ദിവ്യകുർബാനയുടെ തിരുസന്നിധി വരുമ്പോൾ ഈ വചനം മനസ്സിലുണ്ടാകണം. എന്താണ്? നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഇത് മനോഹരമാണ് ആ വാക്ക് കേൾക്കാൻ. ദുഃഖങ്ങൾ ചുമക്കുന്നൊരു ദൈവം, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ചുമക്കുന്നൊരു ദൈവം. എന്നും മനുഷ്യൻ ഇവിടെ ആഗ്രഹിച്ച എന്താണ്? ദുഃഖം എങ്ങനെ മാറ്റാമെന്നാണ്. ദുഃഖം, എൻ്റെ ഈ ദുഃഖഭാരം ആരൊന്ന് കൈമാറി തരുമെന്നാണ് നാം വിചാരിക്കുന്നത്. അപ്പോൾ ദൈവം പറയണത്, ഇത് കൈമാറി പകുതി നീയും പകുതി ഞാനും പിടിക്കേണ്ട കാര്യമില്ല, മൊത്തം ഇങ്ങോട്ട് തന്നീര്, മൊത്തം ഞാൻ തന്നെ ചുമന്നോളാമെന്ന് പറയും. അതാണ് ആ വചനം മറന്നു പോകരുത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം മുകളിലത്തെ വാക്കാണ്. എന്താണ്? നീ അവനെ അപമാനിച്ച് കാണും, നീ അവനെ നിന്ദിച്ച് കാണും, നീ അവനെ ബഹുമാനിച്ച് കാണത്തില്ലായിരിക്കും. പക്ഷേ എങ്കിലും നിനക്ക് ദുഃഖമുണ്ടോ? അവൻ ചുമക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് നിന്റെ ദുഃഖങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്നിൽ നകന്നാലും ഞാൻ പാപാവസ്ഥയാണെങ്കിലും എനിക്ക് ദുഃഖമുള്ളിടത്തോളം കാലം, എനിക്ക് വേദന ഉള്ളിടത്തോളം കാലം ആ വേദന തന്നെയാണ്, ആ ദുഃഖം തന്നെയാണ് നിനക്ക് ചുമക്കാൻ വേണ്ടി എൻ്റെ എന്നിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ, അത് തന്നെയാണ് എൻ്റെ ദുഃഖങ്ങൾ തന്നെയാണ്, എൻ്റെ രോഗങ്ങൾ തന്നെയാണ് എൻ്റെ യോഗ്യതയെന്ന് തിരിച്ചറിഞ്ഞതിന് നന്ദി പറയുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. നമ്മളീ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ഒരു സന്ദേശം തന്നു. ആ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. പെട്ടെന്നാണ് ഈശോ ആ സന്ദേശം നൽകുന്നത്. സന്ദേശത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോഴും നൽകിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന കർത്താവേ, അതെല്ലാം കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാനും ആശ്വസിക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവിടെ കർത്താവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഡിസംബർ 8 അല്ലേ? ഇന്ന് അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ് ഇന്ന്, അല്ലേ? അമ്മയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ യോഗ്യത, അമ്മ കറയില്ലാത്തവളാണ്. അമ്മ കറയില്ലാത്തവളാണ്. എബ്രഹാത്തിനോട് പോലും ദൈവം എന്താ പറഞ്ഞത്? ഉൽപ്പത്തി 17:1 എന്താ പറഞ്ഞത്? നീ ഏത് വിപ്രമാസത്തിലാണെങ്കിലും എൻ്റെ കണ്ണുവെട്ടത്ത് തന്നെ ഉണ്ടാകണം. അതാണ് 17:1 ഉൽപ്പത്തി പുസ്തകം. നീ എൻ്റെ കണ്ണുവെട്ടത്ത് തന്നെ ഉണ്ടാകണം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ണുവെട്ടത്ത് കാര്യമില്ല, കുറ്റമറ്റവനായിരിക്കണം. നീ എൻ്റെ കണ്ണുവെട്ടത്തുണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്താണ്? കുറ്റമറ്റവനായിരിക്കണം. ദൈവത്തിന് എന്ത് കൊതിയാണെന്ന് നോക്കിയേ, കുറ്റമറ്റ ഒരാളെ കാണാൻ വേണ്ടി. ഒന്ന് ചിന്തിച്ച ദൈവവേദലെ, ദൈവത്തിന് എന്തൊരു കൊതിയാ. ഈ എബ്രഹാത്തിൻ്റെ എന്തിനാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്, എബ്രഹാത്തിൻ്റെ ദൈവവിളി എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ? അവന് കൊച്ചിനെ കൊടുക്കാനോ ഒരു ലാൻഡ് കൊടുക്കാനോ ഒക്കെ ഉള്ളതിനേക്കാൾ ഉപരി അവന് നാളെ വാഗ്ദാനം നാളെ കൊടുക്കുമായിരിക്കും, അവന് പിള്ളേരെ കൊടുക്കുമായിരിക്കും. പക്ഷേ ബേസിക്കായിട്ട് ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. പിന്നെ എന്താണ്? കുറ്റമറ്റവനായിരിക്കണം. കാര്യം എല്ലാവിധ കുറ്റങ്ങളുമുള്ള ഊറിൽ നിന്നാണ് എബ്രഹാത്തിനെ വിളിച്ചുകൊണ്ട് പോരുന്നത്. എല്ലാ വിഗ്രഹാരാധനയും വ്യഭിചാരവും ആഭിചാരവും ഒക്കെ ഉള്ള പാപത്തിൻ്റെ മ്ലേച്ഛതമായ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ജീവിച്ച കുറ്റമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവം എന്നും ആഗ്രഹിച്ചത് കുറ്റമില്ലാത്തൊരു ജനതയെ,
തൻ്റെ ഒരു സ്വന്തം ജനതയെ തനിക്ക് രൂപപ്പെടുത്തി എടുക്കണം. അതിൻ്റെ ഒരു ഭാവി കണ്ടുകൊണ്ടാണ് അതിനാദ്യത്തെ കൈനീട്ടമെന്ന് പറഞ്ഞ പോലെ ആ കുറ്റമുഴങ്ങളെല്ലാം ഉള്ള സ്ഥലത്തുനിന്ന് എബ്രാഹത്തിനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോരുകയാണ്. മനെ ഇവിടെ നിന്നാൽ നീ ചീത്തയായി പോകും, ചീത്തയല്ലാത്ത ഒരു ജീവിതവും അങ്ങനെ ഒരെണ്ണമുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് നീയുമായിട്ട് സംസർഗത്തിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹമാണ് എബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പോരണത്. എന്നിട്ട് എബ്രാഹത്തിന് കുഞ്ഞുങ്ങളെ കൊടുക്കാമെന്ന് പറയണത്, എബ്രാഹത്തിന് വലിയൊരു വാഗ്ദാനം നാട് കൊടുക്കാമെന്ന് പറയണത് എന്തിനാണ്? കുറ്റമില്ലാത്തൊരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവർ കുറ്റം ചെയ്യുമ്പോഴൊക്കെ ഇവരെ ദൈവം യാതൊരു ദാക്ഷിണ്യമില്ലാതെ ശിക്ഷിച്ച് കളയും. ജെറമിയാക്കെ കൊടുക്കുന്ന വെളിപ്പാട് എന്താണ്? നീ രാത്രി എഴുന്നേക്കണം, മതിലിന് ദൂരം ഉണ്ടാക്കണം, എന്നിട്ട് നീ അഭയാർത്ഥികളെപ്പോലെ മതിൽ ദൂരം വിട്ട് പോണത് എനിക്ക് കാണണം. എന്നിട്ട് ജനത്തിനോട് പറയണം, ജനമേ അനുദപിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ രാത്രി മതിലിന് ദൂരം വെച്ച് പോകേണ്ട ഒരു കാലം വരുമെന്ന്. എന്തിനാണ് എൻ്റെ പിന്നിലുള്ള എല്ലാം? ജനങ്ങളെ നരയിപ്പിക്കാൻ വേണ്ടിയല്ല, വിളിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്ന് ജനം മറന്നുപോയി. അതാണ് സംഭവം. എന്തിനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്? എബ്രാഹത്തിനോട് മാത്രമല്ല, എബ്രാഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മൾ ഈ നിമിഷം വരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലുള്ള എല്ലാ സന്തതികളോടും ദൈവം പറയുന്ന ഒറ്റ വാക്കാണ്, എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, അതിൻ്റെ മകരം നടക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ ദൈവവേദന എന്ത് മനോഹരമാണ് കർത്താവിൻ്റെ വചനം. അതായത് ഇപ്പോഴേ ഈ ദൈവത്തിൻ്റെ വാഗ്ദാന ആഗ്രഹങ്ങൾ എബ്രാഹത്തിലൂടെ, പിന്നെ എബ്രാഹത്തിൻ്റെ സന്തതി ഐസക്ക്, അതുപോലെ തന്നെ യാക്കോബിൻ്റെ മക്കൾ, യാക്കോബിൻ്റെ ഗോത്രങ്ങൾ, അങ്ങനെ ഇസ്രയേൽ. പിന്നെ ആ ഇസ്രയേലിൽ തന്നെ ദൈവം പ്രവാചകന്മാരെ കൊടുക്കുന്നു, അല്ലേ? അങ്ങനെ ഒടുവിൽ പ്രവാചകന്മാരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകൻ ജനിക്കേണ്ട ആളെ ദൈവം എന്ത് ചെയ്ത്? കുറ്റമറ്റവളാക്കി. അതിനാണ് അമലോത്ഭവം എന്ന് പറയുന്നത്. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഓളോണെ സഡൻ സംഭവിക്കുന്ന വിഷയമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ തൻ്റെ മുമ്പാകെ വ്യാപരിക്കുന്നതിന് വേണ്ടിയും കുറ്റമറ്റ, ഇപ്പം നമ്മുടെ എഫേസ്യൻസിൻ്റെ വാചനം നമ്മൾ വായിക്കുമ്പോഴേ ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ എഫെസസ് 1:4 വചനങ്ങളാണ്. എഫെസസ് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വ്യാപരിക്കാനും തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അമലോത്ഭവത്തിൻ്റെ ആധ്യാത്മിക ഇപ്പം കർത്താവ് നൽകിയ വചനമാണ്. എനിക്ക് ഞാൻ നോക്കിയെടുക്കാനുള്ള സമയമെടുത്തെങ്കിലും ഡെസ്കിൽ നിന്ന് ആ വചനം ഇട്ടതിൽ കർത്താവിനോട് നന്ദി പറയുകയാണ്. അതായത് ഇതാണ് അമലോത്ഭവത്തിൻ്റെ അടിസ്ഥാനം. ഇത് മനുഷ്യൻ മറന്നുപോയി, ആദവും ഹവ്വയൊക്കെ മറന്നുപോയി, അവർ ദൈവത്തിൽ നിന്ന് അകന്നും പോയി. എന്നിട്ട് അതിൽ നിന്ന് ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് എബ്രാഹത്തിനോട് പറയണത്, നീ അതുപോലെ വീണു പോകരുത്, എൻ്റെ മുമ്പാകെ നിൽക്കണം.
എന്നിൽ നിന്ന് അകന്നു പോയാൽ തീർച്ചയായിട്ടും നിനക്ക് കുറ്റം വന്നു പോകും. അതുകൊണ്ട് നീ കുറ്റപ്പറ്റവനായിരിക്കണമെന്ന്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. ഈ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ഒക്കെ പറയും. അതാണ് എഫേസ്യൻസിൽ പറയണത് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. പരിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാകണം. നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലും ദൈവം യേശുക്രിസ്തുവിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാൽ ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാൽ ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നൊരമ്മ, ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവനമ്മ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ, ദൈവത്തിൻ്റെ ഒരു അനാദികാലം. ഇപ്പോൾ എഫേസ്യസ് 1:4 അനുസരിച്ചാണെങ്കിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ദൈവ മനസ്സാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ താൻ സൃഷ്ടിക്കാൻ പോകുന്ന മക്കൾ യേശുക്രിസ്തുവിൽ നിഷ്കളങ്കരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോനെ ഉൾക്കൊള്ളാനുള്ള ഉദരം, ആ ഈശോയെ ഉൾക്കൊള്ളാനുള്ള ദൈവ പൈതലിനെ, പരിശുദ്ധ അമ്മയെ ദൈവം അമലോത്ഭവയായി സൃഷ്ടിച്ചത്. എന്തിനാണ് ഇപ്പോഴിതിവിടെ പറഞ്ഞതെന്ന്, എന്തിനാണ് വെളിപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ? മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് അത് ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ദൈവത്തെ മനസ്സാണ്. അതിനേക്കാളെല്ലാം ഉപരി ഈ അമലോത്ഭവയായിരുന്ന ആളാണ് ദൈവതിരുസന്നിധിയിൽ എഫേസ്യൻസ് പറയുകയാണെങ്കിൽ യേശുവിൻ ദൈവതിരുസന്നി സ്നേഹത്തെ പരിശുദ്ധിയായിരുന്ന ആൾ, നിഷ്കളങ്കയായിരുന്ന ആൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. ഇതിനേക്കാൾ വലിയൊരാളില്ല ദൈവത്തിൻ്റെ കയ്യിൽ. ആ ആളാണ് പെറ്റുകിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ ചോദിച്ച് കരഞ്ഞുകൊണ്ട് നടന്നത്. മനസ്സിലായ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇത്രയും യോഗ്യതയുള്ള ആൾ, യോഗ്യതയാണല്ലോ നമ്മുടെ വിഷയം. ഇതേക്കാൾ യോഗ്യത ഒരു മനുഷ്യന് എങ്ങനെ ഉണ്ടാകും? ദൈവം ആഗ്രഹിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് യോഗ്യതയായിട്ടുള്ള ആളാണ് പരിശുദ്ധ അമ്മ. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയല്ല, ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള യോഗ്യതയാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ നിഷ്കളങ്കത, സ്നേഹത്തെ പരിശുദ്ധത, നിഷ്കളങ്കത. ഇത്രയും യോഗ്യത പോരെ? ഇത്രയും യോഗ്യതയുള്ള ആളും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് പെറ്റുകിടക്കാൻ ഒരു ഇറയം പോലും കിട്ടാണ്ടിരുന്നത്? ചാണാക്കുഴി പോയി കാലികളുടെ കൂടെ, മൃഗങ്ങളുടെ കൂടെ, മൃഗങ്ങളെപ്പോലെ പെറ്റുകിടക്കേണ്ടി വന്നത്? അതാണ് വിഷയം. എൻ്റെ ദൈവമേ, നമ്മുടെ ഒരു യോഗ്യതയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ യോഗ്യതയല്ലെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. നിങ്ങളെ വിശുദ്ധി പാലിക്കുന്നു, നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്കെന്താണ് രോഗം? ഞാൻ ഇങ്ങനെ വിശുദ്ധി പാലിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? ഞാൻ ഇത്രയും ജപമാല ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? എൻ്റെ വിവാഹം എന്താണ് ഒത്തുവരാത്തത്? എനിക്കെന്താണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യദൈവത്തെയാണ് നീ ആരാധിക്കണമെങ്കിൽ. കാരണം ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ യോഗ്യതയാകുന്ന പ്രാർത്ഥനയോ അതുപോലെ തന്നെ നീ കൈവരിക്കുന്ന പരിശുദ്ധിയോ ഒന്നും കൊടുത്തിട്ട് അനുഗ്രഹം പിടിച്ചു മേടിക്കേണ്ട ഒരു യോഗ്യത, അഥവാ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയുള്ള
ഒരു തരികിട പരിപാടിയായിട്ട് നിൻ്റെ ഭക്തകൃത്യത്തെയും വിശുദ്ധ ജീവിതത്തെയും നീ അധപ്പതിപ്പിക്കരുതെന്നാണ് കർത്താവ് നിന്നോട് അമലോത്ഭവ തിരുനാളിൽ പറയാനുള്ളത്. അതാണ് സന്ദേശം. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ ഭൂലോകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാണ് ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാണ് ഞങ്ങൾക്കെന്നും ആനന്ദമേ. അതുകൊണ്ട് ഒരിക്കലും ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ നോൻപ് എടുക്കുന്നുണ്ട്, വെജിറ്റബിൾ മാത്രമേ ഇപ്പം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ മകളെ കെട്ടിച്ചു തരണം, അങ്ങനെ പറയരുത്. കാര്യം നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ സൽപ്രവൃത്തികളൊക്കെ യോഗ്യതയാക്കി വെച്ചാൽ അതൊരു ബാർട്ടർ സിസ്റ്റം പോലെ വരും. പണ്ട് കാശൊന്നും ഇല്ലാഞ്ഞ, നാണയം കണ്ടുപിടിക്കാഞ്ഞ കാലത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? നെല്ലുള്ളവൻ മീനുള്ളവനും നെല്ല് കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും, ഇല്ലേ? കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമായിരുന്നു. അത് ഒരു 10-60 കൊല്ലം മുമ്പ് വരെ എനിക്ക് എൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ആളിനെ കുഞ്ഞുനാളിൽ അപ്പൻ അരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് കാശ് കയ്യിലില്ല, നാണയങ്ങളൊക്കെ ആൾക്കാരുടെ കയ്യിൽ കുറവാണ്. ഇപ്പോഴല്ലേ ഒത്തിരി കാശായി വരുന്നത് ആൾക്കാരുടെ കയ്യിൽ. പണ്ട് ക്രയവിക്രയത്തിനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തരും കൈമാറ്റങ്ങളാണ് ഉണ്ടായത്. പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന പെരുന്നാളിനൊക്കെ ജനങ്ങൾ ഒരു സാധനം കൊണ്ടുവരും, അവർക്കുള്ള കൊടുത്തിട്ട് അവിടെയുള്ള വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വരണ്ടെന്നാണ് അമലോത്ഭവ തിരുനാളിന് ഈശോ പറയണത്. കാര്യം എന്താണ്? ലൂക്ക 2:7 എന്താ എഴുതിയിരിക്കുന്നത്? ഈ അമലോത്ഭവമായിരുന്ന, തൻ്റെ മുമ്പാകെ നിഷ്കളങ്കയായിരുന്ന, പരിശുദ്ധിയായിരുന്ന ആൾ തന്നെയാണ് അപ്പ പെറ്റുകിടക്കാനൊരു കട്ടിരുതാ അപ്പ ഒരു ഇറയം കാണിച്ചതാന്ന് ചോദിച്ചിട്ട് അപ്പം മിണ്ടാതിരുന്നത്. അപ്പോൾ മിണ്ടിയില്ലല്ലോ. നമ്മളെ ഓരോ കാര്യത്തിനും പള്ളിയിൽ ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിക്കാൻ മടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ടാമൃഗങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയില്ല, ചുമ്മാ ജഡികനെ പോലെ ജീവിക്കത്തില്ലേ? മറുപടി പറയേണ്ടി വരും. പറഞ്ഞേക്കാം. ഈ ചെറിയ നോൻപ് കാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണത്? ഇതൊരു വലിയ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ചെറിയ നോൻപെന്ന് നമ്മൾ പറയണത്, പക്ഷേ ദൈവം ഇതുകൊണ്ട് വലിയൊരു വിഷയം കൈകാര്യം ചെയ്യും. എന്താണ്? നീ ദൈവത്തെ വിധിക്കരുത്. നീ നക്കാപ്പിച്ച കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, അവർ ആ മകളെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ സഹായിച്ചില്ലേ, എന്നിട്ട് എൻ്റെ ഒരു ജീവിതം വന്നപ്പോൾ ദൈവമില്ല, ആരുമില്ല, അച്ഛനുമില്ല, പള്ളിയില്ല, പട്ടക്കാരുമില്ല, ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞ് ഭ്രാന്ത് ആയിട്ടിരിക്കേണ്ട ഒരു കഥയില്ല. മറിച്ച് ദൈവത്തെ നമ്മളുടെ എന്തെങ്കിലും സൽപ്രവൃത്തി കൊണ്ട് വിലക്ക് വാങ്ങാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജഡികമായ ആധ്യാത്മികത എന്ന് പറയും. ഒരു ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. ഇന്ന് നിർഭാഗ്യവശാൽ സഭയിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ ആചരിക്കുന്നത് ഈ ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാണ്, അല്ല ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിൻ്റെ വചനങ്ങളിലൂടെ വിശുദ്ധിപ്പാൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്താണ്? എൻ്റെ മക്കളെ എല്ലാം അങ്ങനെ ഹരിച്ചും കൂട്ടിയും കുണിച്ചും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? ഇപ്പോഴേ ലൂക്ക 2:7 എന്താ എഴുതിയിരിക്കുന്നത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പോരെ? അവർക്ക് ഈ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാതെ ഇപ്പോൾ 2:7 സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അത് എപ്പോഴാണ് ലഭിക്കാഞ്ഞത്? അവിടെ എന്താ പരിപാടി കാണാൻ പോയിട്ട് അന്തി ഉറങ്ങാനൊരു സ്ഥലം ചോദിച്ചതല്ലേ? ദൈവത്തിൻ്റെ പൊന്നോമനെ പെറ്റുകിടത്താൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചതാണ്. അല്ലാതെ അവർ ഫെസ്റ്റിവലിന് പോയതിനു ശേഷം രാത്രി അന്തി ഉറങ്ങാൻ സ്ഥലം ചോദിച്ചതല്ല ദൈവത്തോട്. ദൈവം പറഞ്ഞതനുസരിച്ച് ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടാൻ ചോദിച്ചതാണ്. അതിനേക്കാൾ ഒരു മനുഷ്യന് എന്ത് ദൈവത്തിന് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ മാതാവ് എന്തിനാണ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് എന്നിട്ടും അവർ ചോദിച്ചുകൊണ്ട് നടക്കും. എന്തിനങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാൻ കാര്യം? മിണ്ടിയില്ലല്ലോ ആൾ. മിണ്ടിയോ? മിണ്ടുകയില്ല. അതാണ് മറിയത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. നമ്മൾ 2:19 വായിക്കുമ്പോൾ എന്താണ്? ഇത്രയും വലിയ സങ്കടകരമായ അവസ്ഥ ഉണ്ടായെങ്കിലും അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നു. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. ദൈവത്തിലെ നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ന്യായമായി നമുക്ക് ലഭിക്കാനുള്ള വിഷയങ്ങൾ
അതിൻ്റെ മേൽ പോലും ദൈവം ന്യായമായ നടപടി എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്താണ്? ഹൃദയത്തിലാണ് സംഗ്രഹിച്ചത്, അല്ല തലയിലല്ല സംഗ്രഹിച്ചത്. ഹൃദയത്തിൽ ആരായിരിക്കണത്? ദൈവമാണ് ഇരിക്കണത്. ദൈവത്തിന് കൊടുത്തെന്ന് തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ, ന്യായമായി കിട്ടേണ്ട ഉത്തരങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ ആരോടാ പറയണത്? നാട്ടുകാരോടാ പറയണത്? അല്ല, അമ്മയ്ക്കറിയാം ആരോടാ പറയേണ്ടത്. അമ്മ പറഞ്ഞു, അപ്പായാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്, അപ്പായോട് തന്നെ അത് ഞാൻ തിരിച്ച് സമർപ്പിക്കണമെന്ന് പറയും. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അഹങ്കാരി അല്ലാത്തത് കൊണ്ടാണ്. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്? അതെ, ശ്രദ്ധിക്കണ മക്കളെ. യേശു സ്വസ്ഥം, ഹല്ലേലൂയ, യേശു സ്വസ്ഥം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. സർവ്വനാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗ്ഗമാണു ദൈവം, മധ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപ്പാ പിതാവേ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. എന്താണ് അമ്മ ബാർഗെയിൻ ചെയ്യാഞ്ഞത്? അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പം വിശുദ്ധ ലൂക്ക 1:33-34 പറയണത് എന്താണ്? അവൻ വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് മംഗളവാർത്തയിലൂടെ പറഞ്ഞത്. അങ്ങനെയാണ് ഈശോ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. പക്ഷേ അതിൻ്റെ ഒരു രാജകീയ സൂചന പോയിട്ട് ഒരു മൃഗത്തിൻ്റെ സമാനമായിട്ട് ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴേ ആ രാത്രി അമ്മ മിണ്ടിയില്ല എന്നല്ലേ പറയണത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും അമ്മ തർക്കിക്കാതിരുന്നത്? എൻ്റെ ദൈവത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തർക്കിക്കാത്ത അവസ്ഥയാണ് ദൈവത്തോട്. ദൈവം എനിക്ക് അത് തന്നില്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത, അതാണല്ലോ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ യോഗ്യത വെക്കണത് എന്തിനാണ്? ദൈവത്തോട് തർക്കിക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഐശയ എന്താ പറയണത്? 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും, ഐശയ 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും, ഏറ്റവും പറഞ്ഞ മക്കളെ, പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. ഇങ്ങനെ നമ്മുടെ യോഗ്യത വെച്ച് ദൈവത്തോട് തർക്കിക്കുമ്പോഴേ അതോടുകൂടി എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും. മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നീ ഈ വിഷയത്തിൽ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച അമ്മയുടെ മൗനം നിൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമാക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു സഞ്ചാരം. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ്
അമ്മ ഇത്രയും വലിയ ഘോരമായ സങ്കട സമയത്തും മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് ഈശോ ഈ ഭാരങ്ങൾ മുഴുവൻ ഏറ്റപ്പോഴും കർത്താവ് മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് പാലിച്ചത്? അതാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 11:29. മത്തായി ശ്ലീഹ 11:29. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എങ്ങനെയാണ് ആശ്വസിപ്പിക്കണത്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? വിനീത ഹൃദയനാണ്. തർക്കിക്കണ വ്യക്തി അഹങ്കാരമുള്ള വ്യക്തിയാണ്. ആധ്യാത്മികമായിട്ട് നീ കുറേ കാര്യങ്ങൾ സിനഗോഗ പണിത് ഈശോ കൊടുക്കാം, നിനക്ക് ജനത്തെ സ്നേഹിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭൗതികമായി ചെയ്യാം, പള്ളിക്കും ചെയ്യാം, ജനങ്ങൾക്കും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന നിൻ്റെ യോഗ്യത വെച്ചുകൊണ്ട് നിൻ്റെ ഭൗതിക കാര്യം നേടാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഒരു ബാർഗെയിനിങ് ആയിട്ട് അത് തർക്കിക്കാനുള്ള അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണത്? എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ എന്നെ PSCക്ക് തോൽപ്പിച്ചു, എൻ്റെ വിവാഹത്തിന് ഒത്തിട്ടില്ല, എനിക്ക് PR കിട്ടിയിട്ടില്ല, എൻ്റെ വിസ റിജക്റ്റായി, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണില്ല, ഞാൻ ജോമാർ എത്തിക്കണില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയണത്? വിനീതമായ ഹൃദയമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോട് തർക്കിക്കണം എന്നാണ് പറയണത്. വിനീതമല്ലാത്ത ഹൃദയമുള്ളവർക്ക് എന്താണുള്ളത്? അഹങ്കാരമാണുള്ളത്. നമ്മൾ തർക്കിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തന്നില്ല, ന്യായമായി നിനക്ക് കിട്ടാനുള്ളതാണ്, എനിക്ക് തന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾക്കും സഭാകാര്യങ്ങൾക്കും നിനക്ക് ശുഷ്കാന്തി പോണത് എന്തുകൊണ്ടാണ്? ബേസിക്കായിട്ട് നീ അഹങ്കാരി ആയതുകൊണ്ടാണ്. അതായത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അഹങ്കാരികളെ ചിതറിക്കും, വിനയാനെതിരെ ഉയർത്തും. മറിയത്തിൻ്റെ മൗനവും മറിയത്തിൻ്റെ വിനയാനിതമായ അവസ്ഥയും തമ്മിലാണ് ഇൻ്റർലിങ്ക് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടി വരുന്നത്. എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഭയങ്കര പ്രൊഫൗണ്ടാണ്. അതിങ്ങനെ മുട്ടായി സ്പിരിച്വാലിറ്റി അല്ല. ശരിക്കും പറഞ്ഞാൽ അത് പ്രൊഫൗണ്ടാണ്, അതൊരു നിലപാടാണ്, അതൊരു സമീപനമാണ്, അതൊരു സാക്ഷ്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലെ കർത്താവേ, അടിപതറാതെ ഏത് സാഹചര്യത്തിലും കർത്താവേ എൻ്റെ യോഗ്യത അനുസരിച്ചുകൊണ്ട് നിന്നോട് വിലപേശാതെ എളിമയോടെ വിനയത്തോടെ നിന്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ നിത്യതയ്ക്ക് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ ഇനി അഭിഷേകം ചെയ്യണമേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു കൃപയാലേ 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 കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കണം. നമ്മൾ കർത്താവ് ഒത്തിരി നല്ല വചനങ്ങൾ തന്നു. നിങ്ങൾ യൂട്യൂബിൽ ഒരിക്കൽ കൂടി ഈ വചനം കേൾക്കാൻ നോക്കണം. കാരണം ഇതൊന്നും സത്യമായിട്ട് ഞാൻ 1-2 വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പുൾപിറ്റിൽ വന്നപ്പോഴേ കർത്താവ് ഓൺ ദി സ്പോട്ടിൽ തന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട് അടുത്താറായത് കാരണം ഇവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ വചനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഇൻ്റർലിങ്ക് ചെയ്ത് തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ്, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു ദൗത്യം പരിശുദ്ധാത്മാവിനുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, ജ്ഞാനമുണ്ട്, വിശ്വാസത്തിൻ്റെ ദാനങ്ങളുണ്ട്. 7 ദാനങ്ങളൊക്കെ തരുമെങ്കിലും പരിശുദ്ധാത്മാവ് ബേസിക്കായിട്ട് എനിക്ക് മനസ്സിലായത് ഒരു തുന്നൽക്കാരനാണ്. തടുക്കൊക്കെ തന്നെയല്ലേ, ഉടുമ്പാവും. ഇങ്ങനെ വചനങ്ങൾ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്ത് തന്നിട്ട് ദൈവതിരുമനസ്സ് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വചനങ്ങൾ വീണ്ടും കേട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണത്. പ്രത്യേകിച്ച് കൊച്ചുനോൻപ് കാലമല്ലേ, കർത്താവ് ഇത്രയും വചനം നൽകിയതിന് നന്ദി പറയണം. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇപ്പോഴേ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും എൻ്റെ മക്കൾ അച്ഛൻ പറയണ അനുസരിച്ച് കൊണ്ട് കൈവച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വിടുതൽ ശുശ്രൂഷയും ദൈവത്തിൻ്റെ ഒരു കൈ നീട്ടൽ ശുശ്രൂഷയാണ്. എൻ്റെ മക്കളെ, ദൈവം കൈ നീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മുഴുവൻ വിഷയങ്ങളും. എന്ന് പറഞ്ഞേ, ദൈവം കൈനീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ മുഴുവനും വിഷയങ്ങൾ. എന്താ കാര്യം എന്നറിയാവോ? ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രാർത്ഥനയാണ്. മോസസിനോട് പറഞ്ഞു, മോസസ് ദൈവത്തോട് പറഞ്ഞു, ഇതോടുകൂടി എല്ലാം തീരുകയാണ് യഹോവ. എന്താണ്? പുറകിൽ അങ്ങ് കറുത്ത പൊട്ടുപോലെ പുക പറത്തിക്കൊണ്ട് ദൂരത്തിൽ നോക്കുമ്പോൾ കാണാം ഫറവോൻ്റെ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി വരണത്. മുന്നിൽ രമ്പുന്ന സമുദ്രമാണ്, നടുക്ക് ഞങ്ങൾ. ഇനി സർവനാശത്തിന് വെറും നിമിഷങ്ങൾ മാത്രമാണ്. ദൈവത്തിലെ നിനക്ക് ചിലപ്പോൾ തോന്നും നിൻ്റെ ജീവിതം തീരാൻ പോവുകയാണ്, കടങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം. അപ്പോൾ ബൈബിൾ പറയുന്ന വാക്ക്, ബൈബിൾ മോസസ് ദൈവത്തെ അങ്ങനെയൊക്കെ തിരിയുമ്പോൾ അപ്പാ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ കൈ നീട്ടാൻ പറയും. അതാണ് 16:14. നീ കൈ നീട്ടുക, ശബ്ദത്തിൻ്റെ നീര്. എന്താ കാര്യം എന്നറിയാവോ? ഇന്നലെ ഇവിടെ കാലിഫോർണിയയിലേക്കുള്ള ഒരു സ്യൂം കൺവെൻഷൻ നടക്കിയിരുന്നു. അപ്പോൾ ആ സ്യൂം കൺവെൻഷൻ സമയത്ത് പെട്ടെന്ന് കർത്താവ് ഈ വചനം തന്നപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ കൈനീട്ടാൻ മോസസിനോട് പറയുമ്പോഴേ ദൈവം മോസസിൻ്റെ മുകളിലൂടെ ദൈവം കൈനീട്ടുന്നുണ്ട്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ശരിക്കും. അതായത് മോസസിനോട് കൈനീട്ടാൻ പറയും. അപ്പോൾ മോസസിൻ്റെ കൈനീട്ടം കൊണ്ടല്ല ശരിക്കും കടലെ പിടരണത്. മോസസ് ദൈവത്തെ വിശ്വസിച്ച് കൈനീട്ടുമ്പോൾ ദൈവം മുകളിൽ നിന്ന് അതിൻ്റെ മീതെ കൈനീട്ടും. ദൈവത്തിനെ നീ വിശ്വസിക്കുമ്പോഴൊക്കെ ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുതന്നെയാണ് ആയിക്കോട്ട പിടിച്ചെടുക്കാൻ നേരത്തെ ജോഷുവയ്ക്ക് സംഭവിക്കുന്നത്. 8:18 ജോഷുവയുടെ പുസ്തകത്തിലെ എന്താ പറയണത്? ആയിക്കോട്ടയുടെ നീരെ നീ കുന്തം നീട്ടുക. കുന്തം നീട്ടെങ്കിൽ തീർച്ചയായിട്ടും കൈ നീട്ടേണ്ടി വരും. അവിടെയും കൈ നീട്ടണ പ്രാർത്ഥനയാണ്. ഇത് അപ്പോസ്തലന്മാർക്ക് അറിയാം. ഇങ്ങനെ മോസസ് കൈ നീട്ടുമ്പോഴും ഇതുപോലെ ജോഷുവ കൈ നീട്ടുമ്പോഴും പരിശുദ്ധാത്മാവ് അവർ പറയും, ഇതിൻ്റെ മുകളിലെല്ലാം കൂടി ദൈവത്തിൻ്റെ കൈ നീളുന്നുണ്ട്. അതുകൊണ്ട് സഭ സർവനാശത്തിൽ അകപ്പെട്ടൊരു സമയമുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാം വേട്ടയാടപ്പെടുന്നൊരവസ്ഥ, വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥ. ഇപ്പോൾ കെനിയയിലൊക്കെ സംഭവിക്കണം അതല്ലേ, വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥ. അവിടുത്തെ പ്രസിഡന്റ് തന്നെ ജിഹാദികൾക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് അത്രയും വിശ്വാസികൾ അവിടെ രക്തസാക്ഷികളായി മാറുന്നത്. സഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. എല്ലാ തലങ്ങളിലും ഇതുപോലെയുള്ള അന്ത്യകാലത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് ശരിക്കും. വെളിപാടിൻ്റെ പുസ്തകം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയണത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയണത്. അതായത് ഭരണാധികാരികൾ വിശ്വാസികളുടെ ഘാതകരായി മാറുന്ന ഒരു കാലം. ആ സമയത്ത് അങ്ങനെ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ ദൈവം കൊടുത്തതാണ്. എന്താണ്? പത്രോസ് പ്രാർത്ഥിച്ചു, അപ്പാ കൈ നീട്ടണമേ എന്ന്. എനിക്കറിയാം അപ്പാ, മോസസിൻ്റെ കാലത്ത് മോസസ് കൈ നീട്ടിയത് മോസസിൻ്റെ കൈ കൊണ്ടല്ല ചെങ്കടൽ പിടർന്നത്. എനിക്കറിയാം അപ്പാ, ആയിക്കോട്ടെ തകർന്ന് വീണത് ജോഷുവ കൈ നീട്ടിയത് കൊണ്ടല്ല, നീ കൈ നീട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിന്നോട് തന്നെ ഞങ്ങൾ നേരിട്ട് പറയുകയാണ്, അപ്പാ കൈ നീട്ടണമേ. ആശയ 40 നടപടി പുസ്തകത്തിൻ്റെ 4:30 അപ്പാ കൈ നീട്ടണമേ. എന്തിനാണ് അപ്പം കൈ നീട്ടണത്? അപ്പം കൈ നീട്ടണത് സഭയ്ക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? അങ്ങേപ്പുത്തന്ന യേശു ക്രിസ്തു. മോസസിൻ്റെ കാലത്തില്ലായിരുന്ന ഒരു ശക്തി, ജോഷുവയുടെ കാലത്തില്ലായിരുന്ന ഒരു ശക്തി ഇന്ന് സഭയ്ക്കുണ്ട്. എന്താണത്? അങ്ങേപ്പുത്തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം.
അങ്ങ് ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ അപ്പ കൈ നീട്ടണമേ, അപ്പ അടയാളം കാണിക്കണമേ, അപ്പ അത്ഭുതം പ്രവർത്തിക്കണമേ. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ശ്രുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദിവ്യ കുർബാനയെ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവെ, നീ ഇങ്ങനെ ജീവനോടെ ജ്വലിച്ചിരുന്ന ഒരു കാലത്താണ് പരിശുദ്ധാത്മാവ് നിന്റെ പുറകിൽ പ്രത്യക്ഷപ്പെടാൻ നീ ഇടയാക്കിയത്. കൃപാസാൽത്താരെ, ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമനസ് സഭയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി പരിശുദ്ധമായി പ്രത്യക്ഷപ്പെട്ടതുപോലെ ഓരോരോ ദുരന്തങ്ങളിൽ ഇപ്പോഴ് പ്രാർത്ഥിക്കുന്ന മക്കൾ വ്യക്തി ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ദൈവമേ അങ്ങേ കറിവുള്ളതാണല്ലോ. ഇപ്പോഴ് അങ്ങയുടെ അഭിഷിക്തനീ നിമിഷം ആ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അത്ഭുതം അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാർഗരോഗം അനുഭവിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ശിരസംബന്ധമായ രോഗങ്ങളാകാം, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളാകാം, അതുപോലെ തന്നെ ഉദര രോഗങ്ങളാകാം, ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളാകാം. എല്ലായിടത്തും കൈവച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൈ നീട്ടുന്നതിന് വേണ്ടി ദിവ്യകൃപാന്റെ തിരുസ താണുവിനെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ ഇപ്പോഴേ നിങ്ങളിലേക്ക് നീണ്ടുവന്ന് നിങ്ങളുടെ ഉദര രോഗങ്ങളെ, ശരീരത്തിൻ്റെ ഉള്ളംകാലം ഉച്ച വരെയുള്ള രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. ശ്രദ്ധിച്ചു നിൽക്കട്ടെ, വിശ്വാസ പ്രമാണത്തിൽ കൊണ്ട് നിൽക്കട്ടെ. അറിയാത്തവരെ കർത്താവ് രക്ഷക എന്നെ സുഖപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം നിന്ന് കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം നിന്ന് കർത്താവേ. അനേക മക്കള് രോഗമുള്ള ഓരോ ഇടങ്ങളിൽ അവിടെ കരങ്ങൾ വെച്ചുകൊണ്ട് കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ആ കർത്താവ് ഈ നിമിഷം കർത്താവേ, ആ കരങ്ങൾ ആ എല്ലാ സ്ഥലങ്ങളിലും രോഗമുള്ള ആ ഇടങ്ങളിലെല്ലാം കർത്താവേ, ശിരസ് സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ശിരസിൽ കർത്താവെ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൈറോയ്ഡ് രോഗികളുടെ കർത്താവെ സുഖപ്പെടുത്തുന്നതിന് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെല്ലാം രോഗികൾ കർത്താവെ, ഏതെല്ലാം അവസ്ഥകളിലെ ഉദര രോഗങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉദര രോഗങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, അങ്ങ് സ്പർശിക്കണമെന്ന് കർത്താവെ. ദൈവത്തിന്റെ ശക്തി നിമിഷം കർത്താവെ മക്കളെ കൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ ദിവ്യകാരുണ്യമേ, ഇപ്പോഴേ അങ്ങയുടെ വലിയ ശക്തി ഈ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി രോഗങ്ങള്, വാതരോഗങ്ങള്, പേശി രോഗങ്ങള്, ഈശോ രക്തങ്ങളുടെ രോഗങ്ങള്, മക്കളില്ലാത്തവരെ, ഈശോ ജീവിതത്തില് ഈശോ ദുരിതം അനുഭവിക്കുന്നവരെ, ജീവിക്കുന്ന കർത്താവ് സാമ്പത്തിക തകർച്ചയുള്ളവരെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ വലിയ കാരണം ചൊരിയട്ടെ. കരൾ രോഗികള്, ഹൃദയ രോഗികള്, തലച്ചോറ് രോഗികള്, ഈശോയെ ത്വക്ക് രോഗികള്, ഞരമ്പ് രോഗങ്ങളുള്ള അപസ്മാര രോഗികള്, ഓട്ടിസം രോഗികള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളില്ലാത്തവരുടെ മേലെ ദൈവത്തിന്റെ കരുണ ആവശ്യിക്കട്ടെ. രോഗികളുടെ മേലെ, കോവിഡ് രോഗികളുടെ മേലെ കർത്താവിന്റെ കരുണ ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, മനോരോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹമൊത്തു വരാത്തവര്, ജോലിയില്ലാത്തവര്, അവരുടെ തൊഴിൽ കൊണ്ട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിശുദ്ധമായ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. കൊടിയ മദ്യപാനികൾ, അവിടെ മേൽ കർത്താവിന് വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, 2 പ്രാവശ്യം ആഘോഷം നടന്നവരെ, 1 പ്രാവശ്യം ആഘോഷം നടന്നവരെ, മക്കളുണ്ടാവത്തില്ല എന്ന് മനസ്സിൽ വേദനിച്ച് നടക്കുന്നവരെ, അവിടെ അടിവയറിനെ കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇപ്പോഴ് ശരീരത്തിന് തുരി പൊളിഞ്ഞു പോകുന്ന ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വെള്ള നിറം പോലെ വരും, പിന്നെ തുരിയാകും, പിന്നെ അത് പൊളിഞ്ഞു പോകും. ഇങ്ങനെ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വിശപ്പ് രോഗികളെ, ചിരങ്ങുള്ളവരെ ഒക്കെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ശ്രുതികടെ ഹല്ലേലൂയ. തൊലി അടന്നു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും, അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, അവയവത്തിൻ്റെ ചില ഭാഗങ്ങൾ തേമ്പിപ്പോവുക, തേഞ്ഞു പോവുക, അടന്നു പോവുക, അതിൻ്റെ പേരിൽ രക്തം ഒലിച്ചു പോവുക. ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശമുണ്ട്. വ്യത്യസ്തമായ രോഗങ്ങളുള്ള കർത്താവ് സ്വാതി പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവരെയും കുഞ്ഞുങ്ങളില്ലാത്തവരെയും അപോഷം സംഭവിച്ചവരെയും കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളുടെ കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ. നടുവിനെ കർത്താവ് സ്പർശിക്കട്ടെ, നടുവേലിനെ സ്പർശിക്കട്ടെ, നടുവേദന അനുഭവിക്കുന്നത് സ്പർശിക്കട്ടെ കർത്താവേ. ശരീരത്തിൽ മുഴയുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ മുഴയുള്ളവരെ സ്പർശിക്കണേ കർത്താവേ. കൈകാല് കുത്താൻ പറ്റാത്തവരെ, ഉറക്കമില്ലാത്തവരെ, ശരീരം ചൂടാകുന്നവരെ കർത്താവേ, ശരീരം തിണർത്ത് വരുന്നവരെ കർത്താവേ, ചിരങ്ങ് വരുന്നവരെ കർത്താവ്, പലതരത്തിൽ ശരീരത്തിൽ മുഴ അനുഭവിക്കുന്നവരെ കർത്താവേ, ഇപ്പോഴും വിശുദ്ധമായ രക്തത്താൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മക്കളെ, യേശുവിന്റെ നാമത്തിൽ മാരക രോഗികളെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. നീഹും ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. നീഹും ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോഴ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ്, അതായത് ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചു, ഇപ്പോഴാരും ഇല്ലെന്ന് തോന്നുന്നവരുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് ഓഫായി പോകുന്നത് പോലെ തോന്നുന്നവർ. എനിക്കാരുമില്ല, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല, തിരക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട പോലെ തോന്നണ പോലെ വ്യക്തികളാണ്. കർത്താവ് അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവ് ഈ സന്ദേശം തന്നതിന് നന്ദി പറയുന്ന കർത്താവ്, അത് സാക്ഷ്യമായി കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ്. ഞങ്ങളുടെ നാമത്തെ ഭക്തപ്പെടുത്തി സാക്ഷ്യം ഉണ്ടാകാൻ ഇടയാക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അഭിഷേകമേ കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. അഭിഷേകമേ, ഓ അഭിഷേകമേ കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ.